അനധികൃത സ്വത്ത് സമ്പാദന പരാതിയിൽ അഡീഷണൽ ചീഫ് സെക്രട്ടറി കെ എം എബ്രഹാമിൽ നിന്ന് വിജിലൻസ് സംഘം മൊഴിയെടുത്തു. വിജിലൻസ് എസ് പി രാജേന്ദ്രൻ സെക്രട്ടേറിയറ്റിലെ ഓഫീസിലെത്തിയാണ് മൊഴി രേഖപ്പെടുത്തിയത്. മുൻകൂട്ടി തയ്യാറാക്കിയ ചോദ്യാവലി പ്രകാരമാണ് മൊഴി രേഖപ്പെടുത്തിയത്. മുംബൈ, തിരുവനന്തപുരം എന്നിവിടങ്ങളിൽ ഫ്ളാറ്റും കൊല്ലത്ത് ഷോപ്പിംഗ് കോംപ്ലക്സും ഉള്ളതായാണ് കെ എം എബ്രഹാം സ്വത്ത് വിവരത്തിൽ ബോധിപ്പിച്ചത്. ഇതിന്റെ സാമ്പത്തിക സ്രോതസ് സംബന്ധിച്ച വിവരങ്ങളും വിജിലൻസ് പരിശോധിക്കുന്നുണ്ട്. ഭാര്യയുടെ സ്വത്ത് വിവരവും അദ്ദേഹം സമർപ്പിച്ചിട്ടില്ല. സോളാർ കേസിൽ ഉമ്മൻചാണ്ടിക്ക് വീണ്ടും തിരിച്ചടി. ഉമ്മൻചാണ്ടിക്കെതിരായ വിധി സ്റ്റേ ചെയ്യാൻ ബാംഗ്ലൂർ സെഷൻസ് കോടതി വിസമ്മതിച്ചു. വിധി സ്റ്റേ ചെയ്യാൻ ആവശ്യപ്പെട്ട് ഉമ്മൻചാണ്ടി നൽകിയ ഹർജിയിലാണ് കോടതിയുടെ നടപടി. കേസിൽ തന്റെ ഭാഗം കേൾക്കാതെയാണ് വിധി പറഞ്ഞതെന്ന ഉമ്മൻചാണ്ടിയുടെ വാദം കോടതി അംഗീകരിച്ചില്ല. ഭാഗ്യലക്ഷ്മിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പുറംലോകമറിഞ്ഞ കൂട്ടബലാത്സംഗ കേസിൽ ഇരയുടെ വെളിപ്പെടുത്തൽ. പീഡിപ്പിച്ചവർ വടക്കാഞ്ചേരി നഗരസഭാ കൌൺസിലർ PN ജയന്തൻ ഉൾപ്പെടെ 4 പേർ. പരാതി നൽകാനെത്തിയ തന്നോട് പോലീസ് വളരെ മോശമായി പെരുമാറി. മൊഴി മാറ്റിപ്പറയാനും പരാതി പിൻവലിക്കാനുമായി തന്നെ ഭീഷണിപ്പെടുത്തി. സംഭവത്തെ രാഷ്ട്രീയവൽക്കരിക്കരുതെന്നും വീട്ടമ്മ. വാർത്താസമ്മേളനത്തിൽ യുവതിയോടൊപ്പം ഭർത്താവും പങ്കെടുത്തു. ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് സംഭവം പുറംലോകമറിഞ്ഞത്. തുടർന്ന് ഭാഗ്യലക്ഷ്മിക്കൊപ്പം പീഡനത്തിനിരയായ യുവതി ഭർത്താവിന്റെ കൂടെ തിരുവനന്തപുരം പ്രസ് ക്ലബ്ബിൽ എത്തി വാർത്താസമ്മേളനത്തിൽ കാര്യങ്ങൾ വിശദീകരിച്ചു. ഭർത്താവിന്റെ സുഹൃത്തുക്കളായ വടക്കാഞ്ചേരി CPIM കൌൺസിലർ PN ജയന്തൻ, സഹോദരൻ ബിനീഷ്, ജിനേഷ്, ഷിബു എന്നിവരാണ് പീഡിപ്പിച്ചതെന്ന് യുവതി വെളിപ്പെടുത്തി. കൌൺസിലറാണ് വടക്കാഞ്ചേരിയിലെ, പേര് ജയന്തൻ, ബിനീഷ്, ജനീഷ്, ഷിബു. എന്നാൽ തന്നെ ഏറ്റവും കൂടുതൽ തകർത്തത് പേരാമംഗലം CIയുടെയും SIയുടെയും ഭാഗത്തു നിന്നുണ്ടായ വേട്ടയാടലായിരുന്നുവെന്ന് യുവതി പറഞ്ഞു. ഞാൻ അന്നിതായതിനെ കാട്ടി മാനസികമായിട്ട് അവരെന്നെ പോണവരൊക്കെ വിലയിരുത്തിയിട്ട് അസഭ്യമായ അതെനിക്ക് 2014 സംഭവമുണ്ടായത്. എന്നാൽ പീഡനത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തുവിടുമെന്ന് ഭീഷണിപ്പെടുത്തിയതിനാൽ ഭർത്താവിനോട് പോലും ഏറെ വൈകിയാണ് കാര്യങ്ങൾ പറഞ്ഞതെന്ന് യുവതി പറഞ്ഞു. തുടർന്ന് ഭർത്താവ് നിർബന്ധിച്ചതുമൂലവും ജീവിക്കാൻ പോലും അനുവദിക്കാത്തത് കാരണവുമാണ് 2016 ഓഗസ്റ്റ് 14 പോലീസിൽ പരാതിപ്പെട്ടതെന്നും യുവതി പറഞ്ഞു. പോലീസിന്റെ മാനസിക പീഡനവും പ്രതികളുടെ ഭീഷണിയെ തുടർന്നുമാണ് മജിസ്ട്രേറ്റിന് നൽകിയ മൊഴി മാറ്റിയതെന്നും കേസ് പിൻവലിച്ചതെന്നും ഭർത്താവും യുവതിയും കൂട്ടിച്ചേർത്തു. ചോദ്യങ്ങൾ ഞങ്ങൾക്ക് ഒരാളത് പറയാൻ പറ്റുന്നൊരവസ്ഥയാണ്. അസഭ്യ വർത്താനം, എന്റെ മുമ്പിൽ വെച്ച് വർത്താനം എനിക്ക് മാനസികമായി തന്നെ ഞാൻ തകർന്നു പോയത്. പിന്നെ കേസിൽ നിന്ന് പിന്മാറണോന്നുള്ള ഇത് തന്നെയായിരുന്നു അവർക്ക്. പിന്നെ മജിസ്ട്രേറ്റിന്റെ മുമ്പിൽ മൊഴി മാറാൻ വേണ്ടി ഇരുത്തി പഠിപ്പിച്ചു വന്നു. മൊഴി മാറണം, അല്ലെങ്കിൽ എന്റെ ഭർത്താവിനെ ഒന്ന് കാറിൽ പിടിച്ചു വെച്ചിട്ടായിരുന്നു എന്നെ മജിസ്ട്രേറ്റിന്റെ മുമ്പിലേക്ക് വിട്ടത്. മാധ്യമങ്ങളെ കാണുമെന്നറിഞ്ഞപ്പോഴും പ്രതികൾ ഭീഷണിപ്പെടുത്തി. 3 മാസമായി തൃശൂരിൽ പോയിട്ട്. ഞങ്ങൾക്ക് 2 മക്കളുണ്ട്. അവരുമായി ജീവിക്കണമെന്നുള്ളതുകൊണ്ടാണ് മുഖം മറച്ച് വാർത്താസമ്മേളനത്തിനെത്തിയതെന്നും യുവതിയും ഭർത്താവും പറഞ്ഞു. DGPക്കും ഇവർ പരാതി നൽകിയിട്ടുണ്ട്. മുഖ്യമന്ത്രിയെ കണ്ട് കാര്യങ്ങൾ വിശദീകരിക്കുമെന്നും നീതി ലഭിക്കുമെന്നാണ് വിശ്വാസമെന്നും യുവതി കൂട്ടിച്ചേർത്തു. വിഷയത്തെ രാഷ്ട്രീയവൽക്കരിക്കരുതെന്നും അവർ ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. തൃശൂരിൽ കൂട്ടബലാത്സംഗത്തിനിരയായ യുവതിയുടെ പരാതിയിൽ ഉചിതമായ നടപടി സ്വീകരിക്കുമെന്ന് DGP ലോക്നാഥ് ബെഹ്റ. യുവതി ഇപ്പോൾ പോലീസ് സംരക്ഷണയിലാണ്. പോലീസിന് വീഴ്ച പറ്റിയോ എന്ന് പരിശോധിക്കുന്നുണ്ടെന്നും DGP വ്യക്തമാക്കി. ഞങ്ങൾ അത് ശരിക്ക് നിയമപരമായിട്ട് നോക്കിക്കൊള്ളാം. കാര്യം ഈ ഡീറ്റെയിൽസ് ആക്ച്വലി ഞാൻ ഇപ്പോൾ പറയാനും പോകുന്നില്ല. ഞാൻ ആക്ച്വലി വന്നിട്ട് കാര്യങ്ങൾ ഞങ്ങൾ ശരിക്കും നേരെ നോക്കിയിട്ട് എന്താ ആവശ്യമാണ് ആ രീതിയിൽ ഞങ്ങൾ ചെയ്തോളാം. യു ക്യാൻ ട്രസ്റ്റ് അസ്. വിശ്വസിക്കണം. വി വിൽ ഡു എ വെരി ഗുഡ് ജോബ്. ഇപ്പോൾ അങ്ങനെ ഇവിടെ പോലീസ് ഹെഡ് ക്വാർട്ടറിലേക്ക് വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ പോലീസ് ഹെഡ് ക്വാർട്ടറിലെ സംരക്ഷണം കൊടുത്തിട്ടില്ല, വേറെ എവിടെയെങ്കിലും കൊടുക്കും. ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് CPM നേതാവ് PN ജയന്തൻ പ്രതികരിച്ചു. 15 ലക്ഷം രൂപ ഇവർ ആവശ്യപ്പെട്ടിരുന്നു. ഇത് നൽകാത്തതിലുള്ള പ്രതികാരമാണ് ആരോപണങ്ങൾക്ക് പിന്നിലെന്നും ജയന്തൻ പറഞ്ഞു. എന്റെ കയ്യിൽ നിന്ന് 3 ലക്ഷം രൂപ എന്റെ കയ്യിൽ നിന്ന് അവർ മേടിച്ചിട്ടുണ്ട്. അപ്പൊ ഈ കാശ് പലപ്പോഴായിട്ട് ഞാൻ ചോദിച്ചിട്ടുണ്ട് ഇവരുടെ അടുത്ത്. അപ്പൊ ഈ പണം അവർ തിരിച്ചു തന്നിട്ടില്ല. അപ്പൊ എനിക്ക് നിങ്ങളുടെ പൈസ തരണം, തന്നില്ലെങ്കിൽ ഞാൻ മേടിക്കും എന്നൊരു ലേശം ഭീഷണിയുടെ സ്വരത്തിൽ ഞാൻ സംസാരിക്കുകയുണ്ടായിട്ടുണ്ട്. ഞാൻ കൊടുത്ത പണം കിട്ടുന്നതിന് വേണ്ടി അല്ലെങ്കിൽ തിരിച്ചു ചോദിച്ചതാണ് ഇപ്പൊ ഞാൻ ചെയ്തൊരു കുറ്റം. അപ്പൊ ഇത് കള്ളമാണ്, അടിസ്ഥാനമില്ലാത്തൊരു ആരോപണമാണ്. നമ്മൾ ഈ ഒരു സംഭവം ചെയ്തിട്ടുള്ളതല്ല. ഇവർക്കെതിരെ കേസ് ഉണ്ടാവും എന്ന് കണ്ടപ്പോഴാണ് ഇവർ 164 മൊഴി മജിസ്ട്രേറ്റിന് മുമ്പിൽ പോയി പറഞ്ഞിട്ടുള്ളത്.
ഇവിടുത്തെ മുഴുവൻ പോലീസ് സംവിധാനങ്ങളും മറ്റു കോടതിയും ഒക്കെ ഞാനൊരു വെറും കേവലം ഒരു മെമ്പർ, ഒരു കൗൺസിലറാണ്. ഈ എന്റെ സ്വാധീന വലയത്തിലാണെന്ന് ഭാഗ്യലക്ഷ്മി ചേച്ചിയെ പോലെയുള്ള ഒരു സ്ത്രീ തെറ്റിദ്ധരിച്ചത് വളരെ മോശമായി പോയി. മാനനഷ്ട കേസ് കൊടുക്കാനാണ് എന്റെ തീരുമാനം. ഞാനത് ഇന്ന് കൃത്യമായിട്ട് ആലോചിച്ചിട്ട് അത് ചെയ്യണം. പാലക്കാട് സ്വദേശിനിയായ 18-കാരിയെ കൊല്ലത്ത് കൂട്ടമാനഭംഗത്തിനിരയാക്കിയെന്ന് യുവതി തന്നെ പോലീസിന് മൊഴി നൽകി. ഡിഗ്രി വിദ്യാർത്ഥിനിയായ പെൺകുട്ടിയെ കാമുകനാണ് പ്രതികാരം തീർക്കാൻ മറ്റുള്ളവർക്ക് കാഴ്ചവെച്ചതെന്നും മാനഭംഗപ്പെടുത്തുന്നതിന്റെ ദൃശ്യങ്ങൾ പകർത്തി പ്രതികൾ ഭീഷണിപ്പെടുത്തിയെന്നും പരാതിയിൽ പറയുന്നു. എന്നാൽ യുവതിയുടെ മൊഴിയിൽ അവ്യക്തതയുണ്ടെന്നാണ് പോലീസിന്റെ. കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ കണ്ടെത്തിയ പെൺകുട്ടിയെ കൊല്ലം ഷാഡോ പോലീസാണ് പാലക്കാട് പോലീസിന് കൈമാറിയത്. തുടർന്ന് പാലക്കാട്ടെത്തിച്ച പെൺകുട്ടിയുടെ മൊഴിയെടുത്തപ്പോഴാണ് തന്നെ മാനഭംഗപ്പെടുത്തിയെന്ന വിവരം പെൺകുട്ടി പുറത്തു പറയുന്നത്. സംഭവത്തെക്കുറിച്ച് പോലീസ് പറയുന്നത് ഇപ്രകാരം: പാലക്കാട് സ്വദേശിയായ 18-കാരി പെൺകുട്ടി അയൽവാസിയായ യുവാവുമായി പ്രണയത്തിലായിരുന്നു. ഇതിനിടയിൽ കടം നൽകിയ പണം തിരിച്ചു ചോദിച്ചതിനെ തുടർന്ന് പെൺകുട്ടിയോട് കാമുകൻ പിണങ്ങി. പ്രണയത്തിന്റെ പേരിൽ യുവാവിനെ പെൺകുട്ടിയുടെ വീട്ടുകാർ മർദ്ദിച്ചതായും പറയുന്നു. പ്രതികാര ബുദ്ധിയോടെ യുവാവ് വീണ്ടും പെൺകുട്ടിയുമായി അടുത്തു. തുടർന്ന് കാമുകൻ ആവശ്യപ്പെട്ടതനുസരിച്ച് കഴിഞ്ഞ ബുധനാഴ്ച പെൺകുട്ടി കൊല്ലത്ത് വന്നു. എന്നാൽ കാമുകൻ എത്തിയില്ല. തുടർന്ന് കാമുകന്റെ സുഹൃത്തായ ഒരു യുവതി പെൺകുട്ടിയെ കൂട്ടിക്കൊണ്ടുപോയി. വെള്ളിയാഴ്ചയും ഞായറാഴ്ചയുമാണ് പെൺകുട്ടി കൂട്ടമാനഭംഗത്തിന് ഇരയായത്. അന്ന് കാമുകനും സ്ഥലത്തുണ്ടായിരുന്നു. പരിചയമില്ലാത്തവരാണ് തന്നെ മാനഭംഗപ്പെടുത്തിയതെന്നാണ് പെൺകുട്ടിയുടെ മൊഴി. കായലിന്റെ തീരത്തുള്ള ഒരു ഒഴിഞ്ഞ കെട്ടിടത്തിലാണ് തന്നെ പാർപ്പിച്ചിരുന്നതെന്നും പെൺകുട്ടി പറഞ്ഞിട്ടുണ്ട്. പെൺകുട്ടിയെ കാണാതായതായി വീട്ടുകാർ പോലീസിന് പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ പാലക്കാട് പോലീസ് അന്വേഷണം നടത്തുന്നതിനിടെയാണ് പെൺകുട്ടിയെ കൊല്ലത്ത് കണ്ടെത്തുന്നത്. എന്നാൽ പെൺകുട്ടിയുടെ മൊഴിയിൽ അവ്യക്തതയുണ്ടെന്ന് പോലീസ് പറയുന്നു. ഒരാൾ ഒറ്റയ്ക്കും കൂട്ടമായും പീഡിപ്പിച്ചു എന്ന പെൺകുട്ടിയുടെ മൊഴിമാറ്റം പോലീസിനെ സമ്മർദ്ദത്തിലാഴ്ത്തിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്. വാർത്തകൾ തുടരുന്നു. GST അടിസ്ഥാനത്തിൽ രാജ്യത്തെ നികുതി നിരക്കുകൾ നിശ്ചയിച്ചു. ഏറ്റവും ഉയർന്ന നികുതി 28% നിജപ്പെടുത്തി. ഏറ്റവും കുറവ് 5%. ഭക്ഷ്യവസ്തുക്കൾക്ക് നികുതി ഈടാക്കേണ്ട എന്നും ദില്ലിയിൽ ചേർന്ന GST കൗൺസിൽ യോഗത്തിൽ തീരുമാനിച്ചു. ആഡംബര കാറുകൾക്കും പുകയില ഉൽപ്പന്നങ്ങൾക്കും 40% വരെ നികുതി ഏർപ്പെടുത്തണമെന്ന കേരളത്തിന്റെ ആവശ്യവും GST കൗൺസിൽ അംഗീകരിച്ചു. GST ബിൽ പാർലമെന്റ് പാസാക്കിയതിനു ശേഷമുള്ള നിർണായക തീരുമാനമാണ് നികുതി നിശ്ചയിക്കലിലൂടെ കേന്ദ്ര സംസ്ഥാന ധനമന്ത്രിമാർ കൈക്കൊണ്ടത്. വിവിധ സ്ലാബുകളിലായി 4 നികുതി നിരക്കുകൾ GST അടിസ്ഥാനത്തിൽ ഇനി രാജ്യത്ത് നിലവിൽ വരും. സാധാരണക്കാരുടെ നിത്യോപയോഗ സാധനങ്ങൾക്കും അവശ്യവസ്തുക്കൾക്കും ഏറ്റവും കുറഞ്ഞ നികുതി നിരക്ക് 5%. ഏറ്റവും ഉയർന്ന നികുതി 28% നിശ്ചയിച്ചു. സ്റ്റാൻഡേർഡ് നികുതി നിരക്ക് ഇനി 2 എണ്ണമായിരിക്കുമെന്ന് കേന്ദ്ര ധനമന്ത്രി അരുൺ ജെയ്റ്റ്ലി ചൂണ്ടിക്കാട്ടി. 12ഉം 18%. ഭക്ഷ്യവസ്തുക്കളെ നികുതിയിൽ നിന്നും ഒഴിവാക്കി. The fact that there are 2 standard rates, there'll be a lot of items in the 12% category. Otherwise, the anticipation was if there is only one standard rate, then everything will go up to 18. That's not the case. And the lower rate, we are keeping it as 5%. ആഡംബര കാറുകൾ, പുകയില ഉൽപ്പന്നങ്ങൾ എന്നിവയ്ക്ക് പരമാവധി നികുതി 40% കേരളം ശക്തമായി ആവശ്യപ്പെട്ടിരുന്നു. ഇത് GST കൗൺസിൽ അംഗീകരിച്ചു. ഇത് പ്രകാരം ഇനി ആഡംബര കാറുകൾക്കും പാൻ മസാല അടക്കമുള്ളവയ്ക്കും 40% GST നികുതി. സ്വർണത്തിന്റെ നികുതി പിന്നീട് തീരുമാനിക്കും. 50,000 കോടി രൂപ ആദ്യ വർഷം GSTയിലൂടെ ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, ദില്ലി. മലപ്പുറം സ്ഫോടന സ്ഥലത്ത് നിന്ന് പോലീസിന് ലഭിച്ച രേഖയുടെ ഉള്ളടക്കം പീപ്പിളിന്. മുസ്ലിങ്ങൾക്കെതിരെയുള്ള അക്രമങ്ങളോടുള്ള പ്രതിഷേധമാണെന്ന് പരാമർശം. കൊല്ലം കളക്ടറേറ്റ് സ്ഫോടനം ഇസ്രത് ജഹാൻ വ്യാജ ഏറ്റുമുട്ടലിനോടുള്ള പ്രതിഷേധമാണെന്നും മലപ്പുറം സ്ഫോടനം ജമ്മുകശ്മീരിൽ നിരപരാധികളെ കൊന്നതിലുള്ള പ്രതിഷേധമാണെന്നും രേഖയിൽ പറയുന്നു. പ്രധാനമന്ത്രി അടക്കം 40 പേർക്ക് രേഖയിൽ വധഭീഷണിയുമുണ്ട്. ഇസ്രത് ജഹാൻ വ്യാജ ഏറ്റുമുട്ടൽ സംഭവത്തിനുള്ള പ്രതികാരവും മുന്നറിയിപ്പും എന്ന നിലയിലാണ് 12 വർഷങ്ങൾക്ക് ശേഷം കൊല്ലം കളക്ടറേറ്റിൽ നടത്തിയ ബോംബ് സ്ഫോടനത്തിന് കാരണമെന്നും മലപ്പുറത്തേത് ധാദ്രി ജമ്മു കാശ്മീർ ന്യൂനപക്ഷ വേട്ടകളും ആക്രമണങ്ങളും കൊലപാതകങ്ങളുമാണെന്നും പെൻഡ്രൈവിലെ രേഖകളിൽ പറയുന്നു. തെലങ്കാനയിൽ 7 തീവ്രവാദികളെ പോലീസ് വെടിവെച്ചു കൊന്നതിനാണ് ഏപ്രിൽ 7 ചിറ്റൂർ സ്ഫോടനം. യാക്കൂബ് മേമനെ തൂക്കിക്കൊന്നതിനുള്ള പ്രതികാരമായിരുന്നു 2015 ജൂലൈ 30 മൈസൂർ സ്ഫോടനം. ആന്ധ്ര നെല്ലൂർ കോടതിയിലെ സ്ഫോടനം മുഹമ്മദ് ഇത്ലാഖിനെ ബീഫ് കഴിച്ചുവെന്ന് ആരോപിച്ച് കൊലപ്പെടുത്തിയതിനാണെന്നും അല്ലുമ്മയിൽ നിന്ന് വേർപെട്ടുപോയ ബേസ് മൂവ്മെന്റ് എന്ന പേരിൽ തയ്യാറാക്കിയ മുന്നറിയിപ്പ് കത്തിൽ അവകാശപ്പെടുന്നു. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുതൽ മുതിർന്ന BJP നേതാക്കന്മാർക്കും ശിവസേന നേതാക്കന്മാർക്കും കത്തിലൂടെ വധഭീഷണിയുണ്ട്. കൂടാതെ
രാഷ്ട്രപതി ഭവൻ, തിരുവനന്തപുരത്തെ സദേൺ എയർ കമാൻഡന്റ്, കരസേനയുടെ വിവിധ സ്ഥാപനങ്ങൾ, അമേരിക്ക, ഫ്രാൻസ്, ഇസ്രായേൽ രാജ്യങ്ങളുടെ എംബസികൾ എന്നിവ തകർക്കുമെന്നും പെൻഡ്രൈവിലെ കത്തിൽ ബേസ് മൂവ്മെന്റ് ഭീഷണി മുഴക്കുന്നു. NIA, റോ ഉൾപ്പെടെയുള്ള രഹസ്യാന്വേഷണ ഏജൻസികളും വിവിധ സംസ്ഥാനങ്ങളിലെ ബോംബ് സ്ഫോടനങ്ങൾ അന്വേഷിക്കുന്ന പോലീസിനും ഭീഷണി അവകാശ സന്ദേശങ്ങൾ കേരള പോലീസ് കൈമാറിയിട്ടുണ്ട്. അതേസമയം പെൻഡ്രൈവിലെ ഉള്ളടക്കം ഏത് കമ്പ്യൂട്ടറിൽ നിന്നാണ് കോപ്പി ചെയ്തതെന്ന് കണ്ടെത്താനുള്ള ശ്രമം കേരളത്തിലെയും കേന്ദ്ര അന്വേഷണ ഏജൻസികളിലെ സൈബർ വിദഗ്ധർ തുടങ്ങി. രാജ്യത്ത് അല്ലുമയുടെ സ്ലീപ്പർ സെൽ സജീവമാണെന്ന നിഗമനത്തിലാണ് അന്വേഷണ സംഘം. രാജ്കുമാർ, ന്യൂസ് ബ്യൂറോ, കൊല്ലം. മലപ്പുറം കളക്ടറേറ്റിൽ സ്ഫോടനക്കേസ് അന്വേഷണ ഉദ്യോഗസ്ഥരുമായി ഇന്റലിജൻസ് ADGP കൂടിക്കാഴ്ച നടത്തി. കേന്ദ്ര ഏജൻസികളുടെ പ്രാഥമിക പരിശോധനകൾ പൂർത്തിയായതോടെ അന്വേഷണത്തിനും വേഗത കൂടിയിട്ടുണ്ട്. രാവിലെ 10 മണിയോടെയാണ് ഇന്റലിജൻസ് ADGP R. ശ്രീലേഖ കളക്ടറേറ്റിലെത്തിയത്. അന്വേഷണ ചുമതലയുള്ളവരുമായി കേസിന്റെ വിശദാംശങ്ങൾ ചർച്ച നടത്തി. സ്ഫോടന സ്ഥലവും ADGP സന്ദർശിച്ചു. കേന്ദ്ര ഏജൻസികളുടെ പ്രാഥമിക വിവരശേഖരണവും പരിശോധനയും പൂർത്തിയായതോടെ അന്വേഷണം വേഗത്തിലായി. ബോംബ് സ്ഥാപിക്കാനും ടൈമർ പ്രവർത്തിപ്പിക്കാനും ഒരാൾ മാത്രമാണ് മലപ്പുറത്തെത്തിയതെന്ന നിഗമനത്തിലാണ് അന്വേഷണ സംഘം. പ്രതി കലക്ടറേറ്റ് പരിസരത്തു നിന്നു തന്നെ റിമോട്ട് ഉപയോഗിച്ച് ടൈമർ പ്രവർത്തിപ്പിച്ചുവെന്നതിനും തെളിവ് ലഭിച്ചിട്ടുണ്ട്. ദൃക്സാക്ഷികളിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലും റോഡിൽ സ്ഥാപിച്ച CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചും അന്വേഷണം പുരോഗമിക്കുന്നു. അതോടൊപ്പം മലപ്പുറം കലക്ടറേറ്റിലെ സുരക്ഷ വർദ്ധിപ്പിക്കാനുള്ള നടപടിക്രമങ്ങളും തുടങ്ങിക്കഴിഞ്ഞു. KT സ്വാലിഹ്, മലപ്പുറം. കോഴിക്കോട് ബിലാത്തിക്കുളത്തെ 7 വയസ്സുകാരി അതിഥി S. നമ്പൂതിരി കൊല്ലപ്പെട്ട കേസിൽ അച്ഛനും രണ്ടാനമ്മയ്ക്കും 3 വർഷം കഠിന തടവ്. പ്രതികൾക്കെതിരെ ചുമത്തിയ കൊലക്കുറ്റം പ്രോസിക്യൂഷന് തെളിയിക്കാനായില്ല. കുട്ടിയെ ശാരീരികമായി ഉപദ്രവിച്ചതിനാണ് വിവിധ വകുപ്പുകൾ ചുമത്തി കോടതി പ്രതികൾക്ക് ശിക്ഷ വിധിച്ചത്. ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ 323, 324 വകുപ്പുകളും ജുവനൈൽ ജസ്റ്റിസ് ആക്ടിലെ 23-ാം വകുപ്പും അനുസരിച്ചാണ് പ്രതികൾ കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തിയത്. അതിഥിയുടെ അച്ഛൻ സുബ്രഹ്മണ്യൻ നമ്പൂതിരിയും രണ്ടാനമ്മ റംലത്ത് എന്ന ദേവികയും 3 വർഷം കഠിന തടവ് അനുഭവിക്കണം. ഒന്നാം പ്രതി സുബ്രഹ്മണ്യൻ നമ്പൂതിരിക്ക് 1 ലക്ഷം രൂപ പിഴയും വിധിച്ചു. പിഴസംഖ്യ അതിഥിയുടെ സഹോദരൻ അരുൺ S. നമ്പൂതിരിക്ക് നൽകണമെന്നാണ് കോടതി വിധി. പിഴയടച്ചില്ലെങ്കിൽ 6 മാസം അധിക തടവ് അനുഭവിക്കണം. അതിഥിയുടെ സഹോദരൻ അരുൺ S. നമ്പൂതിരിയും പരിശോധിച്ച ഡോക്ടറുമായിരുന്നു കേസിലെ പ്രധാന സാക്ഷികൾ. അച്ഛനും രണ്ടാനമ്മയും ചേർന്ന് കഠിനമായി മർദ്ദിച്ചും പട്ടിണിക്കിട്ടും അരുതിയെ കൊലപ്പെടുത്തിയെന്നായിരുന്നു പ്രോസിക്യൂഷൻ വാദം. എന്നാൽ ഇത് തെളിയിക്കുന്നതിനാവശ്യമായ സാഹചര്യ തെളിവുകളോ ദൃക്സാക്ഷിമൊഴികളോ ഉണ്ടായിരുന്നില്ല. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ മരണസമയം സംബന്ധിച്ചുണ്ടായ സംശയങ്ങളും ന്യൂറോളജിക്കൽ ഷോക്കാണെന്ന കണ്ടെത്തലും തിരിച്ചടിയായി. അതിഥിയുടെ ശരീരത്തിൽ മർദ്ദനമേറ്റതിന്റെയും പൊള്ളലേറ്റതിന്റെയും പാടുകളുണ്ടായിരുന്നു. 2013 ഏപ്രിൽ 30-നാണ് BEM സ്കൂളിലെ 1-ാം ക്ലാസ് വിദ്യാർത്ഥിനിയായിരുന്ന അതിഥി S. നമ്പൂതിരി കൊല്ലപ്പെട്ടത്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ജേക്കബ് തോമസിനെതിരായ ചട്ടലംഘന കേസിൽ CBIക്കെതിരെ സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം സമർപ്പിച്ചു. CBI നിലപാട് ഞെട്ടിക്കുന്നതാണെന്ന് സത്യവാങ്മൂലത്തിൽ പറയുന്നു. മറ്റു കേസുകൾ ഏറ്റെടുക്കാൻ വിമുഖത കാണിക്കുന്ന CBI ഈ കേസിൽ സ്വീകരിച്ച നിലപാട് ദുരൂഹവും സംശയാസ്പദവുമാണ്. കോൺഗ്രസ് നേതാവായ പരാതിക്കാരൻ വിജിലൻസ് ഡയറക്ടറോട് പ്രതികാരം തീർക്കുകയാണെന്നും സത്യവാങ്മൂലത്തിലുണ്ട്. കേസ് ഈ മാസം 14-ന് വീണ്ടും പരിഗണിക്കും. സത്യവാങ്മൂലത്തിന്റെ പകർപ്പ് പീപ്പിൾ TVക്ക് ലഭിച്ചു. CBI നിലപാടിനെതിരെ കടുത്ത വിമർശനം ഉയർത്തുന്നതാണ് സർക്കാർ സമർപ്പിച്ച സത്യവാങ്മൂലം. കേസുകളുടെ ബാഹുല്യവും മറ്റും ചൂണ്ടിക്കാട്ടി മറ്റു കേസുകൾ ഏറ്റെടുക്കാൻ വിമുഖത കാണിക്കുന്ന CBI ഈ കേസിൽ സ്വീകരിച്ച നിലപാട് ദുരൂഹവും സംശയാസ്പദവുമാണ്. പരാതിക്കാരനായ സത്യൻ നരവൂർ കോൺഗ്രസ് നേതാവാണ്. പരാതിക്കാരന് വിജിലൻസ് ഡയറക്ടറോട് വൈരനിര്യാതന ബുദ്ധിയാണ്. പ്രമുഖ UDF നേതാക്കൾക്കെതിരെ നടക്കുന്ന വിജിലൻസ് അന്വേഷണങ്ങളിലുള്ള പ്രതികാരമാണ് ഈ പരാതി. ഈ സാഹചര്യത്തിൽ ഒരു സമ്മർദ്ദതന്ത്രമായി ഈ പരാതിയെ കാണുന്നു. ജേക്കബ് തോമസിനെ വേട്ടയാടുകയാണ് പരാതിക്കാരൻ. പരാതിക്കാരനെതിരെ ഉയർന്ന അഴിമതി ആരോപണത്തിൽ ജേക്കബ് തോമസ് ശക്തമായ നിലപാട് സ്വീകരിച്ചതാണ് ഇതിന് കാരണം. ജേക്കബ് തോമസിനെ പൂർണ്ണമായും സംരക്ഷിക്കുന്നതാണ് സർക്കാർ സമർപ്പിച്ച സത്യവാങ്മൂലം. ജേക്കബ് തോമസിനെതിരെയുള്ള ചട്ടലംഘന കേസ് സർക്കാർ 3 തവണ തീർപ്പാക്കിയതാണ്. ലീവ് റൂൾ പ്രകാരം ഇളവ് അനുവദിക്കാൻ സംസ്ഥാന സർക്കാരിന് അധികാരമുണ്ട്. ഇക്കാര്യം മുൻ സർക്കാർ കേന്ദ്ര സർക്കാരിനെ അറിയിച്ചിരുന്നു. എന്നാൽ വസ്തുതകൾ കേന്ദ്രത്തെ ബോധ്യപ്പെടുത്തുന്നതിൽ മുൻ സർക്കാരിന് ഗുരുതര വീഴ്ച സംഭവിച്ചുവെന്നും സത്യവാങ്മൂലത്തിൽ പറയുന്നു. കേസ് പരിഗണിക്കുന്നത് ഈ മാസം 14-ലേക്ക് മാറ്റി. ന്യൂസ് ബ്യൂറോ, കൊച്ചി. വാർത്തകൾ തുടരുന്നു. ഏക സിവിൽ കോഡ് ഏകപക്ഷീയമായി നടപ്പാക്കാനുള്ള നീക്കത്തിൽ നിന്ന് പിന്തിരിയണമെന്ന് കാഞ്ഞങ്ങാട് നടക്കുന്ന അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ സംസ്ഥാന സമ്മേളനം കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടു. 1,00,000 ലക്ഷം വനിതകൾ പങ്കെടുക്കുന്ന റാലിയോടുകൂടി സമ്മേളനം നാളെ വൈകിട്ട് സമാപിക്കും. മുഖ്യമന്ത്രി പിണറായി വിജയൻ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. ഇന്നലെ രാവിലെയാണ് അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ 11-ാം സംസ്ഥാന സമ്മേളനം M. ജയലക്ഷ്മി നഗറിൽ ആരംഭിച്ചത്. 2-ാം ദിവസമായ ഇന്ന് പ്രധാനമായും സമ്മേളന അജണ്ട പ്രവർത്തന സംഘടനാ റിപ്പോർട്ടുകളിന്മേലുള്ള ചർച്ചയായിരുന്നു. ജില്ലകളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികളാണ് ചർച്ചയിൽ പങ്കെടുത്തത്. ഏക സിവിൽ കോഡ് ഏകപക്ഷീയമായി നടപ്പാക്കാനുള്ള നീക്കത്തിൽ നിന്നും പിന്തിരിയണമെന്ന് സംസ്ഥാന സമ്മേളനം കേന്ദ്ര സർക്കാരിനോട്
പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. പ്രമേയ കമ്മിറ്റി അംഗം എൻ സുകന്യ ഹിന്ദു നിയമത്തെ കോമൺ സിവിൽ കോഡ് എന്നുള്ള രൂപത്തിൽ അടിച്ചേൽപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സമീപനമാണ് BJPയുടെ ഗവൺമെന്റ് നടത്തുന്നത്. അത് പ്രതിഷേധാർഹമായിട്ടുള്ള ഒന്നാണ്. അത്തരത്തിൽ അടിച്ചേൽപ്പിക്കാൻ പാടില്ല എന്നും അതോടൊപ്പം തന്നെ മുത്തലാഖ് ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ, മുസ്ലിം വ്യക്തി നിയമത്തിൽ ഉൾപ്പെടെയുള്ള സ്ത്രീ വിരുദ്ധമായിട്ടുള്ള സമീപനങ്ങൾ തിരുത്തപ്പെടണം എന്നുള്ളതാണ് പൊതുവിൽ ആ പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടിട്ടുള്ളത്. പുതിയ ഭാരവാഹികളെയും സംസ്ഥാന കമ്മിറ്റിയെയും തെരഞ്ഞെടുത്ത് വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് പ്രതിനിധി സമ്മേളനം സമാപിക്കും. തുടർന്ന് വളണ്ടിയർമാർ ഉൾപ്പെടെ 1,00,000 വനിതകൾ അണിനിരക്കുന്ന റാലിയോടുകൂടി സംസ്ഥാന സമ്മേളനം സമാപിക്കും. മുഖ്യമന്ത്രി പിണറായി വിജയൻ ശ്യാമിലി ഗുപ്ത നഗറിൽ ചേരുന്ന പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യും. ദേശീയ സംസ്ഥാന നേതാക്കളും പ്രസംഗിക്കും. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. അഭിഭാഷകർക്ക് കോടിയേരി ബാലകൃഷ്ണന്റെ മുന്നറിയിപ്പ്. ഇനി മാധ്യമപ്രവർത്തകരെ തടഞ്ഞാൽ ക്രിമിനൽ നടപടിയുണ്ടാകും. അഭിഭാഷകരിൽ ഒരു വിഭാഗം അഭിഭാഷക സമൂഹത്തിന്റെ മാന്യതയ്ക്ക് കോട്ടം വരുത്തുന്നു. മാധ്യമങ്ങൾക്ക് നിർഭയം പ്രവർത്തിക്കാനുള്ള സംവിധാനം ഉണ്ടാകണമെന്നും കോടിയേരി പറഞ്ഞു. അഭിഭാഷകന്മാരിൽ ഒരു കൂട്ടം ആളുകൾ അഭിഭാഷക സമൂഹത്തിന്റെ മാന്യതയ്ക്ക് തന്നെ നിരക്കാത്ത വിധത്തിലുള്ള പ്രവർത്തനങ്ങളിലാണ് ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇത് മുതിർന്ന അഭിഭാഷകന്മാർ ഇടപെട്ട് ഇത് നിയന്ത്രിക്കണം. അഭിഭാഷക സംഘടനകൾ ഈ കാര്യത്തിൽ ഉറച്ച നിലപാട് സ്വീകരിച്ച് സമൂഹത്തിൽ അപമതിപ്പുണ്ടാക്കുന്ന ഒരു പ്രവർത്തനത്തിലും ഒരു അഭിഭാഷകനും ഇടപെടുകയില്ല എന്ന് ഉറപ്പുവരുത്തണം. ഈ തുടർച്ചയായിട്ട് ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്നത് കേരളത്തിൽ തന്നെ ദേശീയ തലത്തിൽ ഒരു തെറ്റായ സന്ദേശമാണ് നൽകുന്നത്. സർക്കാർ ഉത്തരവിലൂടെ അവസാനിപ്പിക്കാവുന്ന പ്രശ്നമല്ല മാധ്യമങ്ങളും അഭിഭാഷകരും തമ്മിലുള്ളതെന്ന് മന്ത്രി AK ബാലൻ. പ്രശ്നം രമ്യമായി പരിഹരിക്കാൻ ഇനിയും സർക്കാർ ശ്രമിക്കും. ക്രിമിനൽ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന അഭിഭാഷകരെ ക്ഷേമനിധിയിൽ നിന്നും ഒഴിവാക്കണമെന്ന് M. വിൻസെന്റ് ആവശ്യപ്പെട്ടു. മാധ്യമപ്രവർത്തകരെ ആക്രമിച്ച അഭിഭാഷകരെ കുറ്റക്കാരായി കണ്ട് നടപടിയെടുക്കണമെന്ന് VT ബൽറാമും പറഞ്ഞു. അഭിഭാഷകരും മാധ്യമപ്രവർത്തകരും തമ്മിൽ ഏറ്റുമുട്ടേണ്ടവരല്ലെന്ന് AN ഷംസീറും പ്രതികരിച്ചു. അഭിഭാഷക ക്ഷേമനിധി ബിൽ സഭയിൽ ചർച്ച ചെയ്തപ്പോഴായിരുന്നു അംഗങ്ങളുടെ പ്രതികരണം. വാർത്തകളിലേക്ക്. 1 റാങ്ക് 1 പെൻഷൻ പദ്ധതി നടപ്പാക്കാത്തതിൽ വിമുക്ത ഭടൻ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ പ്രതിഷേധം ശക്തമാകുന്നു. ആത്മഹത്യ ചെയ്ത വിമുക്ത ഭടന്റെ മൃതദേഹം ഹരിയാനയിലെ ഭിവാനിയിൽ സംസ്കരിച്ചു. കോൺഗ്രസ് ഉപാധ്യക്ഷൻ രാഹുൽ ഗാന്ധി, ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ തുടങ്ങിയവർ ശവസംസ്കാര ചടങ്ങിൽ പങ്കെടുത്തു. ആത്മഹത്യ ചെയ്തയാൾ കോൺഗ്രസ് പ്രവർത്തകനാണെന്ന വിദേശകാര്യ സഹമന്ത്രി VK സിംഗിന്റെ പ്രസ്താവന വിവാദമായി. അതേസമയം ജന്തർ മന്ദറിൽ പ്രതിഷേധിച്ച് രാഹുൽ ഗാന്ധിയെ ഇന്നും പോലീസ് കസ്റ്റഡിയിലെടുത്തു.